ഇപ്പോൾ സമയം പുലർച്ചെ 4:15 കേട്ടോ. 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. പിന്നെ എൻ്റെ മന്തപ്പൊക്കെ ഒന്ന് മാറി എണീച്ച് ഞാൻ വരികയാണ്. കുറച്ച് ധൃതി കുറച്ചല്ല കുറേ അധികം ധൃതിയുള്ളൊരു ദിവസമാണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വാഷ് ബേസിൻ്റെ അടുത്ത് പോയിട്ട് പല്ലൊക്കെ ഒന്ന് തേക്കാൻ പോയി. അങ്ങനെ പല്ലേച്ച് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നിട്ട് കിച്ചണിലേക്കാണ് നേരെ വന്നത്. സമയം ഒട്ടും വെളുത്തിട്ടില്ല. 4:15 സമയം നല്ല ഇരുട്ടാണ് കേട്ടോ. ചോറിനുള്ള വെള്ളം എടുത്തു. അതുപോലെ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ട് അതൊന്ന് പുഴുങ്ങാനും വെച്ചു കേട്ടോ. കഴുകിയിട്ട് പിന്നെ ചായക്കുള്ള വെള്ളം എടുത്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ അരി എടുത്തു. അരി കഴുകാൻ വേണ്ടിയിട്ട് വേഗം പോയി. പിന്നെ അരിയൊക്കെ വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ധൃതി ഉണ്ടെന്ന് നമുക്ക് 5:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇന്ന് ധൃതി എന്ന് പറഞ്ഞാൽ ഒരു സർക്കിറ്റ് കേട്ടോ, അതുണ്ട്. അത് ഞാൻ പിന്നീട് വീഡിയോ ഇടുന്നതാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരമായി കാണുന്ന ആ ഒരു സംഭവം കറിവേപ്പില ഇന്നലെ വൈകുന്നേരം പൊട്ടിച്ച് വെച്ചാട്ടോ. അത് കുറച്ചൊരു നല്ല വെയിലിൻ്റെ ചൂടായതുകൊണ്ട് ഒരു ഉണങ്ങിയ പോലെ ഉണ്ട്. അപ്പം ഞാൻ വെള്ളം തളിച്ച് വെച്ച രാവിലെ നമുക്ക് വേഗം എടുത്തിട്ട് വെള്ളമൊക്കെ പോയിട്ട് കുപ്പിയിലാക്കി വെക്കാമെന്ന്. അപ്പോഴേക്കിനും എൻ്റെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ചിക്കൻ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ ഈ ഒരു ഇതിൽ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് ഇന്നലത്തെ പൂരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പൂരിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താലൊന്നും മതി. പക്ഷേ അത് തികയില്ല കേട്ടോ. അപ്പോഴേക്കിനും എനിക്ക് നല്ല മുട്ടൻ പണി കിട്ടിയിട്ടോ. സിലിണ്ടർ പണി തന്നു. സിലിണ്ടർ കാലിയായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തീയൊക്കെ കെട്ടു. പിന്നെ ആ ഒരു സിലിണ്ടർ മാറ്റി ഫിറ്റ് ചെയ്യലായി പരിപാടി. അതൊക്കെ ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച്, കാരണം നമ്മൾ ധൃതി കൂടുമ്പോൾ നമുക്ക് പേടിയാണ്, ശ്രദ്ധക്കുറവൊക്കെ വരുമല്ലോ. അപ്പം ഞാൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നല്ലോണം ഫിറ്റൊക്കെ ആക്കി വെച്ചു. അതൊക്കെ നീക്കി വെച്ച് കൊടുത്തു കേട്ടോ. വീണ്ടും ഞാൻ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് നമ്മൾ സീദോശ, അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വലിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കോട്ടൻ്റെ ഒരു ടവൽ കൊണ്ട് നല്ലോണം നമ്മൾ ദോശച്ചട്ടിയൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു കേട്ടോ. അപ്പുറത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ആക്കണം കേട്ടോ. കുട്ടികൾക്ക് മാത്രമായിട്ട് 4 കഷ്ണം അതും ഫ്രൈ ആക്കിയെടുത്ത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് ചായ എടുത്ത് കുടിച്ചിട്ട് ഒരു മുട്ട എടുത്തിട്ട് കഴിച്ചു. പിന്നെ ആ ഒരു ദോശക്കല്ലിൽ തന്നെ ഞാൻ ഇതൊക്കെ ചൂടാക്കി വെച്ചു. അവർക്ക് വേണമെങ്കിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അവർക്ക് പൂരി. അപ്പോൾ അതുകൊണ്ട് അതും കഴിച്ചോളുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള ബോട്ടിലിൽ വെള്ളം നിറച്ച് തിളച്ച വെള്ളം പിന്നെ ചൂടാറിയിട്ട് ഞാൻ അതിൽ വെച്ച് വെച്ചു. അവർക്ക് കുടിക്കാനുള്ള വെള്ളം അവിടെ ജഗ്ഗിൽ ആക്കി വെച്ചു. പിന്നെ നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റൗവിൽ തന്നെ വേഗം കുറച്ച് വെള്ളം ചൂടാക്കി അത് പിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയി വെച്ചു. പിന്നെ അവിടെ ഒക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കിയെടുത്തു. എപ്പം കിച്ചണിൽ പണിയെടുത്താലും എനിക്ക് വാഷ് ബേസ് നമ്മുടെ സിങ്കില്ലേ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കിച്ചണൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. എല്ലാ ഫുഡും റെഡിയായി. ഇപ്പോഴും സമയം ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. നേരം ബാങ്ക് വിളിച്ചിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.